പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് NISന്റെ +2 സോഷ്യോളജിയുടെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 മുതൽ തുടർച്ചയായിട്ടുള്ള ബാച്ചുകളിൽ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ സിലബസും പുതിയ ക്വസ്റ്റ്യൻ പേപ്പറും അനുസരിച്ചിട്ടാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത്. 2023 വരെ ഓൾറെഡി അഡ്മിഷൻ എടുത്തവർ പഴയ സിലബസ് തന്നെ ഫോളോ ചെയ്താൽ മതി. നമുക്കറിയാം പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഓപ്ഷൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. ആ 20 ക്വസ്റ്റ്യൻസിന് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്, ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനുണ്ട്, ട്രൂ ഓർ ഫാൾസ് ഉണ്ട്, മാച്ച് ദ ഫോളോവേഴ്സ് ഉണ്ട്, വൺ വേർഡ് ആൻസർ ഉണ്ട്. ഇങ്ങനെ പല മോഡലിലാണ് ഓരോ മാർക്കിന്റെ 20 ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ അതിന്റെ ആൻസറുകൾ കിട്ടണമെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഫോളോ ചെയ്യണം. 2 മാർക്കിന്റെ 3 മാർക്കിന്റെ 5 മാർക്കിന്റെ ഒക്കെ ഗൈഡ് പഠിച്ചാലും ഞങ്ങൾക്ക് ആൻസർ കിട്ടും. 1 മാർക്കിന്റെ കിട്ടുന്ന ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ ചാപ്റ്ററിന്റെ ഇടയിലുള്ള ഇൻഡെക്സ് ക്വസ്റ്റ്യൻസും നോക്കി പഠിക്കണം. നമുക്കറിയാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ 60% മാത്രമേ നമുക്ക് പബ്ലിക് എക്സാമിന് പഠിക്കേണ്ടുള്ളൂ. 60% ഭാഗങ്ങൾ, കുറെ ചാപ്റ്ററുകൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. 40% സിലബസ് നമ്മൾ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. അത് അസൈൻമെന്റ് ഭാഗം. ഈ 60% വരുന്ന ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ക്ലാസ് എടുത്ത് പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ എക്സാമിനും അത് തന്നെ പഠിച്ചത്. അപ്പൊ 6ാമത്തെ ചാപ്റ്ററിന്റെ 2 മാർക്കും 3 മാർക്കും 5 മാർക്കും നമ്മൾ ഡിസ്കസ് ചെയ്തു. സോഷ്യൽ ഗ്രൂപ്പ്, സാമൂഹ്യ കണം എന്ന് പറയുന്നത് അതിൽ MCQ ക്വസ്റ്റ്യൻസ് 1 മാർക്കിന്റെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ട്രൂ ഓർ ഫാൾസ് ആണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് വരിക. അപ്പൊ ഈ 1 മാർക്കിന്റെ 20 ക്വസ്റ്റ്യൻസ് പരമാവധി ഇംഗ്ലീഷിൽ തന്നെ എല്ലാവരും എഴുതാൻ നോക്കാം. പിന്നെ 2 മാർക്കിന്റെ 3 മാർക്കിന്റെ 5 മാർക്കിന്റെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് ഭാഷ വേണമെങ്കിലും ഉപയോഗിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ആൻ എക്സാമ്പിൾ ഓഫ് ഒറിസോണ്ടൽ ഗ്രൂപ്പ്. ഒറിസോണ്ടൽ ഗ്രൂപ്പ് ഒറിസോണ്ടൽ എന്നാൽ ഇങ്ങനെ തിരശ്ചീനമായിട്ടുള്ള സംഭവമാണ്. ഒറിസോണ്ടൽ ഗ്രൂപ്പ് ഈസ് എ ഡാഷ് ഗ്രൂപ്പ്, പീർ ഗ്രൂപ്പ് എന്നാണ്. പീർ എന്ന് പറഞ്ഞാൽ സമപ്രായക്കാരുടെ ഗ്രൂപ്പാണ്. അപ്പൊ ഒറിസോണ്ടൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പീർ ഗ്രൂപ്പിന് എക്സാമ്പിൾ ആണ്. അടുത്ത 2 കേസ്, ക്ലാസ്, ബ്യൂറോക്രസി ആർ എക്സാമ്പിൾ ഓഫ് ഡാഷ് ഗ്രൂപ്പ്. ഇത് വെർട്ടിക്കൽ ഗ്രൂപ്പ്. ഗ്രൂപ്പുകൾ പല രീതിയിലുണ്ട് കേട്ടോ. ഇപ്പൊ കേസ്, ക്ലാസ്, ബ്യൂറോക്രസി ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. വെർട്ടിക്കൽ ആയിട്ടുള്ള, വെർട്ടിക്കൽ എന്നാണ് മുകളിൽ നിന്ന് താഴോട്ടുള്ളത്. ഹൊറിസോണ്ടൽ എന്നാണ് നേർരേഖ എന്നുള്ളതാണ്. ഇനി 3ാമത്തെ ചോദ്യം, ഫോർ അൺഎഡ്യൂക്കേറ്റഡ്, വിദ്യാഭ്യാസം ഇല്ലാത്തവരുണ്ടാവും, അൺഎംപ്ലോയിഡ്, തൊഴിലില്ലാത്ത ആളുകളുണ്ടാവും, സാലറിഡ് ക്ലാസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഡാഷ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് വരുന്നത് പോസിബിൾ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. പോസിറ്റീവ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അല്ല, റഫറൻസ് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത് കേട്ടോ. ഈ അൺഎഡ്യൂക്കേറ്റഡ്, അൺഎംപ്ലോയിഡ്, സാലറി ക്ലാസ് ഒക്കെ റഫറൻസ് ഗ്രൂപ്പിൽ വരുന്നതാണ്. ഇനി ഇൻ ഗ്രൂപ്പ് മൊബിലിറ്റി ഓഫ് മെമ്പർ ഈസ് എന്താണ്, പോസിബിൾ എന്നാണ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ട്രൂ ഓർ ഫാൾസ് ആണ്. വി ഫീലിംഗ് മാർക്സ് പ്രൈമറി ഗ്രൂപ്പാണ്. നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട് മാർക്സ് പ്രൈമറി ഗ്രൂപ്പ്. പ്രൈമറി ഗ്രൂപ്പിൽ പരസ്പര ഫീലിംഗ് ഉണ്ടാവും, കാരണം പരസ്പരം മുഖാമുഖം നോക്കുന്ന ആളാണ്. അത് ശരിയാണ്. ഗ്രൂപ്പ് ഈസ് മാർക്ക്ഡ് ബൈ സ്റ്റാൻഡേർഡ് റൂൾസ് ആൻഡ് നോംസ്. ഗ്രൂപ്പ് മാർക്ക് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് റൂൾസും നോംസും പ്രകാരമാണ്. അത് തെറ്റാണ്, ഫാൾസ് ആണ്. ഗ്രൂപ്പ് കൺസിസ്റ്റന്റ് ഓഫ് മെനി കമ്മ്യൂണിറ്റീസ് ആണ്. അതും ഫാൾസ് ആണ്. ഓക്കെ, ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി നമ്മൾ അടുത്ത വീഡിയോസിലൊക്കെ സോഷ്യോളജി മാത്രമല്ല മറ്റുള്ള വിഷയങ്ങളുടെ ക്ലാസ്സുകളൊക്കെ എക്സാം ഓറിയന്റഡ് ആയിട്ട് നടക്കും. അഡ്മിഷനും ക്ലാസ്സുകൾക്കും ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ NISന്റെ SSLC +2 വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി PG അഡ്മിഷനൊക്കെ കൊടുക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെന്റുകൾ, പ്രാക്ടിക്കൽ റെക്കോർഡുകൾ എല്ലാം ഫ്രീ ആയി നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനവുമായി കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ചാനലിൽ. അതിൽ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.